മിഗുവൽ ഡി സെർവാൻഡസിന്റെ ഡോൺ കിക്സോട്ട് കേവലം ഒരു സാഹസിക നോവലല്ല, പാശ്ചാത്യ സാഹിത്യത്തിലെ ആധുനികതയുടെ ആദ്യത്തെ കാൽവെപ്പായി കണക്കാക്കപ്പെടുന്ന ബൃഹത്തായൊരു ദാർശനിക രചനയാണ്. സ്പാനിഷ് സാഹിത്യത്തിന്റെ ഈ ഉത്തുംഗ ശൃംഗത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നത് വിവർത്തകൻ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണെന്ന് നമുക്ക് കാണാം. ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് എൻ മൂസക്കുട്ടി എന്ന വിവർത്തകനാണ്. അദ്ദേഹം വെറുമൊരു ഭാഷാ മാറ്റം എന്നതിലുപരി മൂലകൃതിയുടെ അന്തസത്തയെ അതേപടി മലയാള വായനക്കാരിലേക്ക് എത്തിക്കാൻ, അത് പകർത്താനുള്ള ഒരു വലിയ ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. വിവർത്തനത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുമ്പോൾ സെർവാൻഡസിന്റെ ശൈലിയുടെ പ്രത്യേകതകളെ അഭിസംബോധനം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മൂസക്കുട്ടി കാണിച്ച ആ ഒരു ജാഗ്രത അത് ശ്രദ്ധേയമാണ്. 17ാം നൂറ്റാണ്ടിന്റെ സ്പാനിഷ് ഭാഷയുടെ സങ്കീർണതയും നർമ്മവും തത്വചിന്തയും വൈകാരികതയും നിറഞ്ഞ സംഭാഷണങ്ങളും മലയാളത്തിൽ അർത്ഥം ചോരാതെ പുനർനിർമ്മിക്കുക എന്നത് അതീവ ദുഷ്കരമായ ഒരു ജോലിയായിട്ട് വേണം കാണാൻ. സാഹിത്യപരമായ ആഴം കുറയാതെ മലയാളത്തിന്റെ പരമപ്രധാനമായ മനോഹരമായ ഗദ്യശൈലിയിൽ ഡോൺ കിക്സോട്ടിന്റെ മാനസികാവസ്ഥയെയും സഞ്ജോ പാഞ്ചയുടെ നിഷ്കളങ്കമായ പ്രായോഗികതയെയും അടയാളപ്പെടുത്തുന്നതിൽ വിവർത്തകൻ വലിയൊരു വിജയം കൈവരിച്ചിട്ടുണ്ട്. സംസ്കൃത ഭൂയിഷ്ടമായതോ അല്ലെങ്കിൽ തീർത്തും നാടോടി ശൈലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ക്ലാസിക് സാഹിത്യത്തിന് അനുയോജ്യമായ ഒരു മാധ്യമ ഭാഷയെ അദ്ദേഹം ഈ കൃതിയിൽ അവലംബിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവർത്തനത്തിന്റെ സവിശേഷതയായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇത് തന്നെയാണ്. വായനക്കാരെ കഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഭാഷാപരമായ ഒഴുക്കാണ്. സാന്ദർഭാനുസരണം മാറിയൊഴുകുന്ന കഥാഖ്യാനവും കഥാപാത്രങ്ങളും ആന്തരികമായ സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വാക്കുകളിലെ തെരഞ്ഞെടുപ്പും മൂസക്കുട്ടിയുടെ വിവർത്തനത്തെ വേറിട്ട് നിർത്തുന്നു. സ്പാനിഷ് ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ സാമൂഹിക പരിസരങ്ങളും മലയാളത്തിൽ അന്യമായി തോന്നാത്ത വിധം കൈകാര്യം ചെയ്തതിൽ വിവർത്തകന്റെ പാണ്ഡിത്യം തെളിയിക്കുന്നുണ്ട്. യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് വായനയിൽ അത് ബോധ്യപ്പെടുന്നതാണ്. ഇതിലൂടെ ഒരു വിദേശ ഭാഷാകൃതി എന്നതിലുപരി സ്വന്തം ഭാഷയിലേതെന്ന പോലെ മികച്ചൊരു ആഖ്യാന ശൈലി ഈ നോവലിനെ സ്വീകരിക്കാൻ വായനക്കാർക്ക് കഴിയുന്നു. 2 വോള്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ ബൃഹത് ഗ്രന്ഥം വായനക്കാരോട് സംവദിക്കുന്നത് കേവലം കഥകൾ കൊണ്ടല്ല, മറിച്ച് ഭാഷയുടെ അസാമാന്യമായ വിന്യാസം കൊണ്ടാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ 2 വാല്യങ്ങളുള്ള ഈ പതിപ്പ് വിവർത്തന സാഹിത്യത്തിൽ മലയാളം കൈവരിച്ച വളർച്ചയുടെ അടയാളം കൂടിയായിട്ട് വേണം കാണാൻ. ഡോൺ കിക്സോട്ട് എന്ന കഥാപാത്രം കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നത് പോലെ ഈ വിവർത്തനവും മലയാള സാഹിത്യത്തിൽ കാലാതീതമായി നിലനിർത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. വിവർത്തന കലയെ ഗൗരവമായി കാണുന്ന ഏതൊരു വായനക്കാരനക്കും തീർച്ചയായിട്ടും പഠന വിഷയമാക്കേണ്ട ഒന്നാണ് എൻ മൂസക്കുട്ടിയുടെ ഈ ഉജ്ജ്വലമായ മലയാള ഭാഷക്ക് നൽകിയ ഈ അമൂല്യമായ വിവർത്തന ശ്രമത്തെ. തീർച്ചയായിട്ടും മലയാളിക്ക് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിനോട്, എൻ മൂസക്കുട്ടി എന്ന് പറയുന്ന ഈ വിവർത്തകനോട് നാം കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനോട് നാം നന്ദി പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് മലയാള ഭാഷയും മലയാളിയും സർവോപരി ഭാഷക്കും വേണ്ടി അദ്ദേഹത്തിന് ഒരു നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ഡോൺ കിക്സോട്ട്.